നമ്മളെ ജീവിതത്തില് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് പരിഹാരമാണ് പരിശുദ്ധമായ സൂറത്തു യാസീൻ. സൂറത്തു യാസീൻ നാം എല്ലാവരും പതിവാക്കുന്ന ആളുകളാണ്. ഇൻഷാ അല്ലാ ഞാൻ ഈ പറയാൻ പോകുന്നത് പോലെ നിങ്ങൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾക്ക് അത് പരിഹാരമാകുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല നിങ്ങളെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ ഞാൻ ഈ പറയാൻ പോകുന്നത് പോലെ സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ മതി. എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്, എപ്പോഴാണ് പാരായണം ചെയ്യേണ്ടത് എന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ. ജീവിതത്തിലെ സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ. അനേകായിരം ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റഹ്മാനും റഹീമുമായ കരുണക്കടലായ അല്ലാഹ്, എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ, എല്ലാവർക്കും സമാധാനം നൽകണേ അല്ലാഹ്, സന്തോഷമുള്ള ജീവിതം നൽകണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് നടക്കും. കഴിയുന്ന ആളുകളൊക്കെ ആ മജ്ലിസിൽ പങ്കെടുക്കണം, പുണ്യം നേടണം, ഉപയോഗപ്പെടുത്തണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മളൊക്കെ എല്ലാ ദിവസവും പരിശുദ്ധമായ സൂറത്തു യാസീൻ പാരായണം ചെയ്യുന്നവരാണ്. നമ്മളെ വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടി പരിശുദ്ധ ഖുർആനിലെ അത്ഭുതകരമായ സൂറത്തു യാസീൻ നമ്മൾ പാരായണം ചെയ്യുന്നവരാണ്. സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ ഒരുപാട് പ്രതിഫലം ലഭിക്കുമെന്നും ഒരുപാട് ഫായിദകൾ ഉപകാരങ്ങൾ നമ്മളെ ജീവിതത്തിൽ ലഭിക്കുമെന്നും മഹാനായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തു യാസീനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്: ഖൽബുൽ ഖുർആൻ, ഖുർആനിന്റെ ഹൃദയമാണ്. ഖുർആനിന്റെ ഹൃദയം എന്ന സ്ഥാനം സൂറത്തു യാസീനിന് കൊടുക്കണമെങ്കിൽ അത്രത്തോളം മഹത്വം സൂറത്തു യാസീനിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മഹാന്മാര് പറയുന്നുണ്ട്, ഒരാൾ സൂറത്തു യാസീൻ മൻ ഖറഅ സൂറത്ത യാസീൻ ഫീ ലൈലത്തിൻ, ഒരാൾ രാത്രി സമയത്ത് സൂറത്തു യാസീൻ പാരായണം ചെയ്തു, ഇബ്തിഗാഅ വജ്ഹി അല്ലാഹി, അല്ലാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട്, അല്ലാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം, അല്ലാഹുവിൽ നിന്ന് കൂലി ലഭിക്കണം, എന്റെ റബ്ബ് കാണണം എന്ന നിലക്ക് ഒരാൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. പ്രിയമുള്ളവരെ, നമ്മളെ ജീവിതത്തില് നമ്മളൊക്കെ എത്ര തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ പാപങ്ങളൊക്കെ പൊറുക്കാൻ സൂറത്തു യാസീൻ ആത്മാർത്ഥമായി അള്ളാഹുവിനെ മനസ്സിൽ കരുതി രാത്രിയാമങ്ങളിൽ പാരായണം ചെയ്താൽ മതി എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല തഖ്ഫീഫു സക്കറാത്തിൽ മൗത്ത്, മരണവേദന, മരണത്തിന്റെ വേദന കഠിനമാണ്, സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. ആ വേദന ചുരുങ്ങാൻ, ആ വേദന നേർമയുള്ളതാകാൻ വേണ്ടി സൂറത്തു യാസീൻ മരണമാസന്നമായവരുടെ സ്ഥലത്ത് ഓതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. മാത്രമല്ല തുദ്ഫഉ അൻ സാഹിബിഹ കുല്ലു ശർരിൻ വസൂഅ്, ഒരാൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ അവന്റെ ജീവിതത്തിലേക്ക് വരുന്ന എല്ലാ ഷർറിൽ നിന്നും കാവലുണ്ടാകും, എല്ലാ തിന്മയിൽ നിന്നും കാവലാണ്. ഒരാൾക്കും നമ്മൾ ആക്രമിക്കാൻ കഴിയില്ല. ആത്മീയമായ നിലക്ക് അതല്ലെങ്കിൽ ഭൗതികമായ നിലക്ക് ഒരാൾക്കും നമ്മൾ ആക്രമിക്കാൻ കഴിയില്ല. സിഹർ ചെയ്തിട്ടോ അതല്ലെങ്കിൽ മറ്റുള്ള മാരണങ്ങൾ ചെയ്തിട്ട് മറ്റുള്ള ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോയി നമ്മൾ ആക്രമിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. സൂറത്ത് യാസീൻ നമ്മൾക്ക് കാവലുണ്ടാകും. അതുകൊണ്ട് എല്ലാ ദിവസവും സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹങ്ങൾ നിറവേറാൻ സൂറത്ത് യാസീൻ മതി. മഹാനായ നബി തങ്ങൾ പ്രത്യേകം അത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങൾ, ദുനിയാവിലെ ഒരുപാട് ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ സൂറത്തു യാസീന് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരുമെന്ന്. അള്ളാഹുവേ, സൂറത്ത് യാസീനിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകണേ റഹ്മാനെ. ഇനി നമ്മൾ സൂറത്ത് യാസീൻ ഓതുമ്പോൾ എങ്ങനെയാണ് സൂറത്ത് യാസീൻ ഓതേണ്ടത്? സാധാരണ ഓതുന്ന പോലെ ഓതിക്കോളിൻ. നിങ്ങൾ ആവശ്യങ്ങളൊക്കെ നിറവേറാൻ, പ്രയാസങ്ങളൊക്കെ മാറാൻ പ്രത്യേകം സൂറത്ത് യാസീൻ ഓതുന്ന സമയത്ത് ഓതേണ്ട ഒരു രൂപം മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കുക, എഴുതിയെടുക്കുക. ആദ്യമായി അഊദും ബിസ്മിൻ ചൊല്ലുക. ഉളു എടുക്കണം കേട്ടോ, ഉളു ഒക്കെ എടുക്കണം. ഖുർആൻ ഓതുമ്പോൾ ഉളു ഒക്കെ എടുക്കൽ നല്ലതാണ്, സുന്നത്താണ്. ഖുർആൻ തുടരണമെങ്കിൽ ഉളു എടുക്കൽ നിർബന്ധമാണ്. അപ്പൊ യാസീൻ സൂറത്ത് ഓതുമ്പോൾ അഊദ് ഓതുക, ബിസ്മി ഓതുക. ആദ്യത്തെ ആയത്ത് ഏതാ? യാസീൻ, യാസീൻ. ഇതാണ് ഒന്നാമത്തെ ആയത്ത്. യാസീൻ നമ്മൾ ഓതി തുടങ്ങുമ്പോ ഒന്നാമത്തെ ആയത്ത് 7 തവണ പറയുക. എങ്ങനെ? യാസീൻ, യാസീൻ,
യാസീൻ 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 ഇങ്ങനെ 7 തവണ പറയാ. എന്നിട്ട് ബാക്കി തുടങ്ങുക. അങ്ങനെ 38ാമത്തെ ആയത്തെത്തുമ്പോ ആയത്ത് ശരിക്കും നോട്ട് ചെയ്യുക. 38ാമത്തെ ആയത്തുണ്ട്, അതേതാ? ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. ഏതാണ്? ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. ഇതാണ് 38ാമത്തെ ആയത്ത്. ഇത് 14 തവണ ആവർത്തിക്കുക. എങ്ങനെ? നമ്മൾ യാസീൻ ഓതിയില്ലേ, അതുപോലെ ഈ ആയത്തും 14 തവണ ആവർത്തിക്കുക. എങ്ങനെ? ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. ഇങ്ങനെ 14 പ്രാവശ്യം പറയാ. പിന്നെ ബാക്കി ഓതി തുടങ്ങുക. അങ്ങനെ 58ാമത്തെ ആയത്തെത്തുമ്പോ ഏതാണ് 58ാമത്തെ ആയത്ത്? സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഇത് 16 തവണ പറയുക. എത്ര പ്രാവശ്യം? 16 തവണ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് ആവർത്തിക്കുക. എന്നിട്ട് ബാക്കി ഓതി പോരുക. അങ്ങനെ 81ാമത്തെ ആയത്തെത്തുമ്പോ അഥവാ അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുക മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. ഇതാണ് 81ാമത്തെ ആയത്ത്. ഈ ആയത്തെത്തുമ്പോ ഇത് നമ്മൾ 4 തവണ ആവർത്തിക്കുക. ഈ ആയത്ത് അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ എന്ന ആയത്ത് 4 തവണ നമ്മൾ ആവർത്തിച്ചു പറയുക. അങ്ങനെ യാസീൻ പൂർത്തിയാക്കുക. ഇങ്ങനെ ഈ പറഞ്ഞ രൂപത്തിൽ 4 തവണ യാസീൻ സൂറത്ത് പാരായണം ചെയ്യുക. അതല്ലെങ്കിൽ 7 തവണ. 4 തവണ ഓതാൻ കഴിയുന്ന ആളുകൾ 4 തവണ ഓതുക. 7 തവണ ഓതാൻ കഴിയുന്ന ആളുകൾ 7 തവണ ഓതി 2 കരങ്ങളും അള്ളാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് നിങ്ങൾ ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഈ ഭൂമിക്കടിയിലുള്ള ഏതേത് ആഗ്രഹമുണ്ടെങ്കിലും, ഹലാലായ ആഗ്രഹമാണെങ്കിൽ, ഹറാമായ കാര്യത്തിന് വേണ്ടി ദുആ ചെയ്യണ്ട, അതിനുവേണ്ടി നിങ്ങൾ യാസീൻ ഓതണ്ട. അഥവാ ബാങ്കിൽ നിന്ന് ലോണ് പാസ്സാകാൻ, ലോട്ടറി അടിക്കാൻ വേണ്ടിയിട്ട് ഇതിനൊന്നും യാസീൻ സൂറത്ത് ഓതണ്ട. അള്ളാഹുവിലേക്ക് കൈ ഉയർത്താനും പാടില്ല എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചു. ഹറാമായ കാര്യത്തിന് വേണ്ടി ആരും ദുആ ചെയ്യരുത്. പല ആളുകളും നമ്മളെ മജ്ലിസിന്റെ ചുവട്ടില് ലോൺ പാസ്സാകാൻ വേണ്ടി ദ്വയർക്കണേ ഉസ്താദ് എന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരിക്കലും ദ്വയർക്കാൻ പറയാൻ പറ്റൂല, ദ്വയർക്കാനും പറ്റൂല. കാരണം അത് ഹറാമാണ്. അള്ളാഹ് ഇഷ്ടപ്പെടാത്ത, അള്ളാഹ് ഖുർആനിലൂടെ തന്നെ ഹറാമാക്കിയ ഒരു കാര്യമാണ്. റിബ, അള്ളാഹു പലിശ ഹറാമാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ദുആ ചെയ്യാൻ പറ്റൂല. ഹലാലായ അള്ളാഹ് തൃപ്തിപ്പെട്ട ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഈ രൂപത്തിൽ യാസീൻ സൂറത്ത് ഓതിയാൽ മതി. മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവേ, യാസീൻ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റിത്തരണേ അല്ലാ, കഷ്ടപ്പാടുകൾ അകറ്റിത്തരണേ അല്ലാ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.